എന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ വീഡിയോകൾ നിങ്ങളെ കടന്നുപോയിട്ടുണ്ടാകും. ഇന്ന് രാവിലെയുമൊക്കെ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിൽ മാത്രം എന്തോ ഒന്ന് നിങ്ങളെ ആകർഷിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ വളരെ വലിയൊരു കാരണവുമുണ്ട്. നാളെ ജൂലൈ 23 വ്യാഴാഴ്ച പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന പ്രത്യേക സന്ദേശമാണിത്. പ്രപഞ്ചം ഒരാളോട് ഒരു സന്ദേശം പറയാൻ ആഗ്രഹിക്കുമ്പോൾ അത് വളരെ വിചിത്രമായ വഴികളായിരിക്കും തിരഞ്ഞെടുക്കുക. ഇന്ന് നിങ്ങളെ ഉണർത്തി ഇവിടെ എത്തിച്ചിരിക്കുന്ന ആ വഴിയാണ് ഇത്. ദയവുചെയ്ത് ഈ വീഡിയോ പാതിവഴിയിൽ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നാളുകളായി നിങ്ങൾ തെരഞ്ഞുകൊണ്ടിരുന്ന ഒരു ഉത്തരം, ഒരു വ്യക്തത, ഇനി വരാൻ പോകുന്ന വാക്കുകൾക്കുള്ളിൽ വളരെ ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായി കേൾക്കുമ്പോൾ നിങ്ങളിൽ തന്നെ അത്ഭുതകരമായൊരു തരംഗം നടക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. കഴിഞ്ഞ ചില ആഴ്ചകളായോ അല്ലെങ്കിൽ ചില മാസങ്ങളായോ നിങ്ങളുടെ ജീവിതം വലിയൊരു തടസ്സത്തിൽ നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്നാൽ ഒന്നും പൂർണ്ണമായി അവസാനിക്കുന്നില്ല. ഒരു വശത്ത് എന്തോ ഒന്ന് മാറാൻ പോകുന്നു എന്ന് നിങ്ങളുടെ ഉള്ളുണർവ് ആഴത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പുറംലോകത്ത് നോക്കിയാൽ എല്ലാം ഒരിഞ്ചുപോലും നഗരാതെ നിശ്ചലമായി നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് തോന്നും. രാത്രി ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഉണർച്ച വരും. എന്താണ് നമ്മുടെ ജീവിതം ഇങ്ങനെയൊരു കണ്ണിൽ കാണാത്ത വട്ടത്തിനുള്ളിൽ തന്നെ കറങ്ങുന്നത്? എപ്പോഴാണ് ഇതിനൊരു വെളിച്ചം വരിക എന്നൊരു മടുപ്പ്, വലിയൊരു ശൂന്യത നിങ്ങളെ പൊതിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾക്കുള്ള ആ ഒരു നിശ്ചിത നിമിഷം ഇതുവരെ പൂർണ്ണമായി പാകമായിട്ടില്ല എന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ മറ്റുള്ളവർക്കായി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടാകും. അവരുടെ സന്തോഷത്തിനായി നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങളെ യാതൊരു ദയയുമില്ലാതെ ത്യാഗം ചെയ്തിട്ടുണ്ടാകും. എന്നാൽ പകരം നിങ്ങൾക്ക് ലഭിച്ചത് വെറും ഏമാറ്റവും താങ്ങാനാവാത്ത ഏകാന്തതയും മാത്രമാണ്. ഇത്രയും സത്യസന്ധതയോടും നേരോടുമിരിക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പരീക്ഷണങ്ങളെന്ന് പല ദിവസവും ആകാശത്തേക്ക് നോക്കി നിങ്ങൾ മൗനമായി ചോദിച്ചിട്ടുണ്ടാകും. പ്രപഞ്ചം നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. എന്നാൽ അത് മറുപടി നൽകുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. അത് മനുഷ്യരെപ്പോലെ വാക്കുകളാൽ സംസാരിക്കില്ല. സാഹചര്യങ്ങളാൽ, ചെറിയ ചെറിയ സൂചനകളാൽ, ആരും പ്രതീക്ഷിക്കാത്ത ചില തിരിവുകളാൽ സംസാരിക്കും. ഇപ്പോൾ നിങ്ങൾ കടന്നുപോകുന്ന ഈ ഇരുണ്ട, നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന വഴി നിങ്ങളെ ഒരു തിളക്കമുള്ള വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഒരു രഹസ്യ തുരങ്കപാതയാണ്. ചില സമയങ്ങളിലൊന്നും നമുക്ക് അനുകൂലമായി നടക്കാത്തതുപോലെ തോന്നും. തൊട്ടതെല്ലാം പരാജയത്തിൽ കലാശിക്കും. നമ്മളിൽ തന്നെ നമുക്ക് വലിയ സംശയം തോന്നും. സത്യത്തിൽ നമുക്ക് കഴിവുണ്ടോ, അതോ ഭാഗ്യമെന്നൊന്ന് ഈ ജന്മത്തിലില്ലേ എന്ന്. ഈ ആശയക്കുഴപ്പം, ഈ നിരാശ, ഈ വേദന, ഇതെല്ലാം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന കഠിനമായ ഒരു പരിശീലനമാണ്. ഒരു വലിയ കെട്ടിടം പണിയുന്നതിനു മുൻപ് ആ സ്ഥലം വളരെ ആഴത്തിൽ കുഴിക്കും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് വെറും ചെളിയും കുഴിയുമായി മാത്രമേ കാണൂ. എന്നാൽ ആ ആഴമാണ് ആ കെട്ടിടത്തിന്റെ അടിത്തറയെ ഏത് കൊടുങ്കാറ്റു വന്നാലും താഴെ വീഴാതെ ശക്തമായി പിടിച്ചു നിർത്താൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കുഴികളും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്കുള്ള അടിത്തറ ഇപ്പോൾ വളരെ ആഴത്തിൽ പാകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കായുള്ള ആ അപ്രതീക്ഷിത നിമിഷം അധികം അകലെയല്ല. പറയുകയാണെങ്കിൽ അത് നിങ്ങളെ ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ പഴയ മുറിവുകളെ, നിങ്ങളെ വേദനിപ്പിച്ചവരുടെ ഓർമ്മകളെ അല്പം മാറ്റിവെക്കണം. കാരണം പുതിയൊരു അത്ഭുതം ഉള്ളിലേക്ക് വരണമെങ്കിൽ അതിന് നിങ്ങൾ അല്പം സ്ഥലം നൽകണം. ഈ സന്ദേശം ഇത്രയും ദൂരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള ശാന്തത, സാവധാനം പടരുന്നത് എനിക്ക് ഉറപ്പായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ തരംഗങ്ങൾ നിങ്ങൾക്കു ചുറ്റും ഒരു പോസിറ്റീവ് ഊർജ്ജത്തെ വളരെ സൂക്ഷ്മമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടസ്സമില്ലാതെ തുടരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പൂർണ്ണമായി തുറക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിന് വളരെ അടുത്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്കുള്ളിൽ ഒരു പുതിയ പ്രതീക്ഷ തളിർക്കുന്നുണ്ടെങ്കിൽ, ഒരു ലൈക്ക് ചെയ്തിട്ട് ചുറ്റും നടക്കുന്ന ശ്രദ്ധ തിരിക്കലുകളൊന്നുമില്ലാതെ ഇത് തുടർന്ന് കാണുക. ഇത് പൂർണ്ണമായും നിങ്ങൾക്കുള്ള സമയമാണ്. ഇനി ആ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. അപ്രതീക്ഷിതമായി ഒരു നിമിഷം. ഇത് എങ്ങനെ നടക്കും? എപ്പോൾ നടക്കും? നിങ്ങൾ വർഷങ്ങളായി പ്ലാൻ ചെയ്ത് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി പോരാടി കിട്ടാത്തൊരു കാര്യം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധാരണ നിമിഷത്തിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കൈകളിൽ വന്നുചേരും. അതാണ് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ മാജിക്. നിങ്ങൾ ഒരു കാര്യത്തെ വളരെ പിടിവാശിയോടെ ഇതാണ് എന്റെ ജീവിതം എന്ന് പിടിച്ചുവച്ചിട്ടുണ്ടാകും. ഇത് നടന്നാൽ മാത്രമേ എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും.
എന്നാൽ പ്രപഞ്ചം അത് നിങ്ങൾക്ക് നൽകാതെ വേണമെന്ന് വെച്ച് തടഞ്ഞുവെച്ചിട്ടുണ്ടാകും. കാരണം അതിനേക്കാൾ പന്മടങ്ങ് മികച്ച, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം നിങ്ങൾക്കായി തിരശ്ശീലയ്ക്ക് പിന്നിൽ കാത്തിരിക്കുന്നുണ്ട്. സമീപകാലത്തായി നിങ്ങൾക്ക് ചില വ്യത്യസ്തമായ സൂചനകൾ കണ്ടിട്ടുണ്ടാകാം. ബന്ധമില്ലാത്ത ചില പുതിയ മുഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യാദൃച്ഛികമായി വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വർഷങ്ങളായി ബന്ധമില്ലാത്തവർ പെട്ടെന്ന് നിങ്ങളെ തേടി വന്നിട്ടുണ്ടാകാം. ഇടയ്ക്കിടെ ഘടികാരത്തിലോ വണ്ടിയുടെ നമ്പറിലോ ഒരേപോലെയുള്ള നമ്പറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതൊന്നും സാധാരണയായി നടക്കുന്ന യാദൃച്ഛിക കാര്യങ്ങളല്ല. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വാർണിംഗ് സിഗ്നലുകളാണ്. നിങ്ങളുടെ ഉള്ളുണർവും ഊർജ്ജനിലയും ഇപ്പോൾ കുറച്ചുകുറച്ചായി ഒരു പുതിയ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ചുറ്റിപ്പറ്റിയിരുന്ന നെഗറ്റീവായ മനുഷ്യർ നിങ്ങളിൽ നിന്ന് താനേ അകന്നു പോയിട്ടുണ്ടാകും. ആദ്യമൊക്കെ അത് നിങ്ങൾക്ക് ഏകാന്തതയായും സങ്കടമായും തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ ശാന്തമായി ചിന്തിച്ചു നോക്കൂ. അവർ അകന്നതിനുശേഷം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം ഇറക്കിവെച്ചതുപോലെയുള്ള ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം ആ ഒരു അപ്രതീക്ഷിത നിമിഷത്തിനായുള്ള വലിയ തയ്യാറെടുപ്പുകളാണ്. ഒരു വലിയ ചുഴലിക്കാറ്റ് വരുന്നതിനു മുൻപ് പ്രകൃതി എങ്ങനെയാണോ ശ്മശാനമൂകതയിലിരിക്കുന്നത്, അതുപോലെ വിചിത്രമായ ഒരു ശാന്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. എന്നാൽ ഭയപ്പെടേണ്ട, ഇത് നാശം കൊണ്ടുവരുന്ന ചുഴലിക്കാറ്റല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായുള്ള ഇരുട്ടിനെ അടിച്ചോടിക്കാൻ പോകുന്ന വെളിച്ചത്തിന്റെ ചുഴലിക്കാറ്റാണ്. ആ നിമിഷം എങ്ങനെയിരിക്കുമെന്നറിയാമോ? നിങ്ങൾ ഒരു ദിവസം രാവിലെ വളരെ സാധാരണയായിട്ടായിരിക്കും എഴുന്നേൽക്കുക. വലിയ പ്രതീക്ഷയോ സന്തോഷമോ ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങളുടെ പതിവ് മടുപ്പിക്കുന്ന ജോലികൾ ചെയ്യാൻ തുടങ്ങും. എന്നാൽ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ തലവര തന്നെ തലകീഴായി തിരുത്തിയെഴുതുന്ന ഒരു കാര്യം നിങ്ങളുടെ കൺമുന്നിൽ നടക്കും. ഒരു ഫോൺ കോൾ വരാം, ഒരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ വഴി ഒരു വലിയ അവസരം നിങ്ങളെ തേടി നിങ്ങളുടെ വാതിൽക്കൽ വരെ വരാം. ആ ഒരു നിമിഷം നിങ്ങളുടെ ശ്വാസം കുറച്ചുനേരം നിലച്ചിട്ട് തിരികെ വരുന്നതുപോലെ അത്ഭുതകരമായൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഇത് നിജമാണോ, എന്റെ ജീവിതത്തിലാണോ നടക്കുന്നത് എന്ന് നിങ്ങളെത്തന്നെ നുള്ളിനോക്കുന്ന രീതിയിലുള്ള വലിയൊരു സംഭവമായിരിക്കും അത്. ആ നിമിഷത്തിൽ നിങ്ങളുടെ കഴിഞ്ഞകാല കഷ്ടപ്പാടുകൾ, സഹിച്ച അപമാനങ്ങൾ, ഉള്ളിൽ കുഴിച്ചു മൂടിയ വേദനകളെല്ലാം ഒരു സെക്കൻഡിൽ കാറ്റിൽ പറന്നുപോകും. കാരണം പ്രപഞ്ചം നിങ്ങൾക്കായി തുറന്നുവച്ചിരിക്കുന്ന ആ വാതിൽ അത്രയും വലുതാണ്, ശക്തിയുള്ളതാണ്. എന്നാൽ ഒരു മിനിറ്റ് നിൽക്കൂ. ആ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതിന് നിങ്ങളിപ്പോൾ ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തേ തീരൂ. അത് ചെയ്യാതെ ആ വാതിലിനടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പോലും കഴിയില്ല. എന്താണ് ആ രഹസ്യം? പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് മടിയില്ലാതെ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, പൂർണ്ണമായ സമർപ്പണം. ഇതിങ്ങനെയേ നടക്കാവൂ, ഈ സമയത്ത് തന്നെ എനിക്ക് കിട്ടണം എന്ന് നിങ്ങൾ ഇത്രയും വർഷമായി മനസ്സിൽ പൂട്ടിയിട്ടിരിക്കുന്ന ആ പിടിവാശിയെ തകർത്തുകളയണം. നമ്മൾ ഒരു കാര്യത്തെ മുറുകെ പിടിക്കുമ്പോൾ പുതിയൊരത്ഭുതം നമ്മുടെ കൈയിലേക്ക് വരാൻ വഴിയില്ലാതെ പുറത്ത് കാത്തുനിൽക്കും. ആ പീട്ടി അയയ്ക്കാനാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ ഉത്തരവ്. കാരണം പ്രപഞ്ചം എപ്പോഴും നമ്മുടെ അറിവിനെയോ നമ്മൾ കൂട്ടിയ കണക്കിനെയോ അടിസ്ഥാനമാക്കിയല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങളൊരു ചെറിയ വട്ടത്തിനുള്ളിൽ ചിന്തിച്ച് ഈ ചെറിയ കാര്യം കിട്ടിയാൽ മതി എന്ന് കരുതുന്നു. എന്നാൽ ആ വലിയ ശക്തി നിങ്ങൾക്ക് ആകാശം മുഴുവനായും സമ്മാനമായി നൽകാൻ കാത്തിരിക്കുകയാണ്. ആ ആകാശം വാങ്ങാൻ നിങ്ങളുടെ കയ്യിലുള്ള ആ ചെറിയ കല്ലുകളെ മടിയില്ലാതെ എറിഞ്ഞിട്ട് 2 കൈകളും തുറക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത് നിങ്ങൾ മനസ്സറിഞ്ഞു ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സാവധാനം എന്നാൽ ആഴത്തിലുള്ള ഒരു മാറ്റം നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുൻപൊക്കെയുണ്ടായിരുന്ന ആ ഭയം, നെഞ്ചിലുണ്ടായിരുന്ന ഭാരം, അതെല്ലാം യാതൊരു കാരണവുമില്ലാതെ കാറ്റിൽ അലിഞ്ഞുപോയിട്ടുണ്ടാകും. പുതിയൊരു തരം ഭാരം കുറഞ്ഞ അവസ്ഥ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും അനുഭവപ്പെടും. കാരണമേയില്ലാതെ നിങ്ങളുടെ മനസ്സിൽ ശാന്തത വരും. ഇന്ന് എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു എന്നൊരു വിശ്വാസം നിങ്ങളുടെ അടിമനസ്സിൽ നിന്ന് ചെറുതായി ഉറവെടുക്കാൻ തുടങ്ങും. ഇത് വെറും ഭാവനയല്ല, ആ അപ്രതീക്ഷിത നിമിഷം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ആദ്യത്തെ ശക്തമായ സൂചനയാണിത്. നിങ്ങളെ ചുറ്റുമുള്ള മനുഷ്യരുടെ പെരുമാറ്റത്തിൽ വിചിത്രമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എപ്പോഴും നിങ്ങളെ കുറ്റം പറഞ്ഞിരുന്നവർ, നിങ്ങളെ കളിയാക്കിയവർ പെട്ടെന്ന് നിങ്ങളോട് വളരെ നന്നായി സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ തേടിവരും. ഇതവർ സ്വയം ചെയ്യുന്നതല്ല, പ്രപഞ്ചം ആ മനുഷ്യരിലൂടെ നിങ്ങൾക്കുള്ള വഴിയൊരുക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നുപോകുമ്പോൾ ഒരു പുതിയ സുഗന്ധമോ തണുപ്പോ നിങ്ങളെ കടന്നുപോകുന്നതറിയാം. പെട്ടെന്ന് കേൾക്കുന്ന ഒരു പാട്ടിന്റെ വരികൾ നിങ്ങൾ നാളുകളായി മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഉത്തരമായി തോന്നും. ഇതെല്ലാം പ്രപഞ്ചം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഭാഷയാണ്.
ഫോണിൽ ആവർത്തിച്ചു കാണുന്ന ഒരേപോലെയുള്ള അക്കങ്ങൾ കാണുമ്പോൾ അത് യാദൃച്ഛികമാണെന്ന് കരുതരുത്. അത് ആ വലിയ ശക്തി നിങ്ങളുടെ തോളിൽ കൈവച്ച് ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട്, ഭയപ്പെടേണ്ട എന്നു പറയുന്നതിന്റെ സൂചനയാണ്. നിങ്ങളെ അലട്ടിയിരുന്ന ആശയക്കുഴപ്പങ്ങൾ മഞ്ഞുപോലെ മാറും. ഇനി ഏതു വഴി പോകണം എന്ന കൃത്യമായ വഴി കാട്ടിത്തരുന്ന ശബ്ദം നിങ്ങൾക്കുള്ളിൽ നിന്ന് കേൾക്കാം. നിങ്ങളിലൊരു പുതിയ ഊർജ്ജം നിറയും. വെറുതെ ഇരിക്കുമ്പോഴും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയും. ഈ പുഞ്ചിരിയാണ് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ തരംഗങ്ങളുമായി പൂർണ്ണമായി ബന്ധപ്പെട്ടു എന്നതിന്റെ തെളിവ്. ഈയൊരു ശാന്തതയും ഊർജ്ജവും നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ തയ്യാറാണ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആഴമേറിയ മനസ്സിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ പ്രപഞ്ചത്തിനുള്ള സമ്മതമാണ്. നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ഇരുട്ടുമാറി വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങും. നിങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്ത ത്യാഗങ്ങളും സങ്കടങ്ങളും നിങ്ങളുടെ സംരക്ഷണ വലയമായി മാറും. നിങ്ങളെ ചതിച്ചവരുടെയും വേദനിപ്പിച്ചവരുടെയും ഓർമ്മകൾ ഇനി നിങ്ങളെ അലട്ടില്ല. ആ ചതികൾ നിങ്ങളെ മോശം ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പ്രപഞ്ചം ചെയ്ത മാജിക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ അപ്രതീക്ഷിത നിമിഷം വളരെ മനോഹരമായ ഒരു രൂപത്തിൽ വരും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറയുന്നൊരു വാക്കോ അല്ലെങ്കിൽ പണ്ടെപ്പോഴോ വായിച്ച പുസ്തകത്തിലെ ഒരു വരിയോ ആകാം അത്. എന്നാൽ അത് നിങ്ങളെ ഉണർത്തും. പ്രപഞ്ചം നിങ്ങൾക്കുള്ള ജോലി കൃത്യമായി ചെയ്തു കഴിഞ്ഞു. ഒരു സാധാരണ ദിവസത്തിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെയായിരിക്കും ആ മാറ്റം സംഭവിക്കുക. എന്നാൽ ആ നിമിഷത്തിൽ നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളും അപമാനങ്ങളുമെല്ലാം ഇല്ലാതാകും. ഇതിനായിരുന്നോ ഞാൻ ഇത്രയും നാൾ ഇരുട്ടിൽ കാത്തിരുന്നത് എന്നോർത്ത് നിങ്ങൾ അത്ഭുതപ്പെടും. എന്നാൽ ആ നിമിഷം വരുന്നതിനു മുൻപ് പ്രപഞ്ചം നിങ്ങളുടെ ക്ഷമയെ അവസാനമായി പരീക്ഷിക്കും. തടസ്സങ്ങൾ പെട്ടെന്ന് ഉയർന്നുവരുന്നതായി തോന്നും. എല്ലാം കഴിഞ്ഞു എന്ന് ആശ്വസിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വന്ന് ഭയപ്പെടുത്തും. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മായാരൂപത്തെ കണ്ട് ഭയപ്പെടരുത്. ആ തിരശ്ശീലയ്ക്കു പിന്നിലാണ് നിങ്ങൾക്കുള്ള അത്ഭുതം കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ശക്തി ഇപ്പോൾ നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നു. അത് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്തോഷം പണമോ പ്രശസ്തിയോ പദവിയോ ഒന്നുമല്ല. അതിനെല്ലാം അപ്പുറമുള്ള സ്വയം തിരിച്ചറിവ് എന്ന മഹാത്ഭുതമാണ്. നിങ്ങളുടെ സന്തോഷവും സമാധാനവും പുറത്ത് എവിടെയോ ആണെന്ന് കരുതരുത്. അത് നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ടെന്ന വലിയ സത്യം നിങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് വരുമ്പോൾ ഇരുണ്ട മുറിയിൽ വലിയൊരു ജാലകം തുറന്നിട്ടതുപോലെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കും. ഇതുവരെ നിങ്ങളിലുണ്ടായിരുന്ന ഭയവും കുറ്റബോധവും തകർന്നു വീഴും. ആഴത്തിലുള്ള ശാന്തത നിങ്ങളെ പൊതിയും. ഞാൻ എന്തുകൊണ്ടിങ്ങനെയായി എന്ന് ചോദിച്ച നിങ്ങൾ, ഞാൻ ഈ നിലയിലെത്താനാണ് ആ വഴികളിലൂടെയൊക്കെ കടന്നുവന്നത് എന്ന അഭിമാനത്തോടെ പറയും. ഇതാണ് എന്റെ വഴിയെന്ന് നിങ്ങൾ ഉറപ്പിക്കും. മുൻപുണ്ടായിരുന്ന മടിയും പേടിയും മാറി പുതിയൊരു തെളിച്ചമുണ്ടാകും. മറ്റുള്ളവർക്കു വേണ്ടിയുള്ള വ്യാജ മുഖംമൂടി അഴിച്ചുവെച്ച് നിങ്ങൾ സ്വന്തം വ്യക്തിത്വത്തോടെ ജീവിക്കും. എന്നാൽ ഈ പുതിയ വെളിച്ചം കിട്ടിയതിനു ശേഷം പഴയ ഇരുട്ടിലേക്ക് വീണ്ടും പോകാൻ ശ്രമിക്കരുത്. സ്വയം സംശയിക്കരുത്. നിങ്ങളിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും ശാന്തതയെക്കുറിച്ചും നെഗറ്റീവായ ആളുകളോട് സംസാരിക്കാൻ പോകരുത്. അവർ ഇതിനെ പരിഹസിച്ചേക്കാം. ഈ ശാന്തതയെ നിങ്ങളുടെ വലിയ നിധിയായി സൂക്ഷിക്കുക. മാറ്റങ്ങളെ ധൃതി പിടിച്ച് വിലയിരുത്തരുത്. നദിയുടെ ഒഴുക്കുപോലെ ജീവിതത്തെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ വീട്ടിലോ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ 100% വിശ്വസിക്കുക. അത് പ്രപഞ്ചം തരുന്ന നേരിട്ടുള്ള വഴികാട്ടലാണ്. 6 മാസം മുൻപുള്ള നിങ്ങളെയും ഇന്നത്തെ നിങ്ങളെയും ഒന്നു നോക്കൂ. ചെറിയ കാര്യങ്ങൾക്ക് പോലും തകർന്നുപോയ ആ പഴയ മനുഷ്യൻ ഇന്നെവിടെയോ മറഞ്ഞുപോയിരിക്കുന്നു. ഇപ്പോൾ കണ്ണാടിയിൽ കാണുന്നത് ഏതു കൊടുങ്കാറ്റിലും അടിയറവ് പറയാത്ത ശക്തനായ ഒരു പുതിയ മനുഷ്യനെയാണ്. നിങ്ങൾ അനുഭവിച്ചൊരു വേദനയും വൃഥാവിലായിട്ടില്ല. അതെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഈ ശക്തനായ വ്യക്തിയെ രൂപപ്പെടുത്തിയത്. ആ വേദനകളില്ലായിരുന്നെങ്കിൽ ഈ വലിയ തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇനിയൊരു വെല്ലുവിളിക്കും നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ എവിടെ പോയാലും ആ വെളിച്ചം നിങ്ങളെ നയിക്കും. ഒരു ദീർഘശ്വാസമെടുത്ത് ശാന്തമായി പുറത്തുവിടൂ. നിങ്ങളുടെ ചുറ്റും സുരക്ഷിതമായൊരു വലയം രൂപപ്പെട്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് വസന്തകാലം മാത്രമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നല്ല സമയം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ധൈര്യമായിരിക്കൂ.